എറണാകുളം ബംഗളൂരു വന്ദേ ഭാരതിന്റെ കന്നിയാത്ര ഇന്നാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈൻ വഴി ഉദ്ഘാടനം നിർവഹിക്കും. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കുന്ന വേദിയിൽ തത്സമയ ചടങ്ങുകളുണ്ടാകും. ഗവർണർ രാജേന്ദ്ര അർലേക്കർ, കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ തുടങ്ങിയവർ പങ്കെടുക്കും. സ്നേഹമോൾ നേനാൻ ചേരുന്നുണ്ട് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും. സ്നേഹമോൾ, വലിയ സ്വീകരണമാണ് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കുന്നതെന്നറിയാം. അതുപോലെ തന്നെ ബംഗളൂരുവിലും മലയാളികളൊക്കെ ആഹ്ലാദത്തിലാണ്. നിരവധി പേർ ഈ ട്രെയിനിനെ ആശ്രയിച്ച് ഇനി വളരെ എളുപ്പത്തിൽ വീട്ടിലേക്കും ജോലി സ്ഥലത്തേക്കും പോകും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് അവിടെ ഒരുക്കങ്ങൾ, വിശദ വിവരങ്ങൾ എന്തൊക്കെ? മോദി, എറണാകുളം ജംഗ്ഷനിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. എറണാകുളം ജംഗ്ഷനിലെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ്. ഇവിടെ ഫ്ലാഗ് ഓഫിന് മുന്നോടിയായുള്ള ചടങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിശിഷ്ടാതിഥികളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യൻ, സുരേഷ് ഗോപി, MP ഹൈബി ഈഡൻ, ഇവിടെ മേയർ അനിൽകുമാർ, അങ്ങനെ വിശിഷ്ടാതിഥികളൊക്കെ ഇവിടെ എത്തുകയാണ്. മറ്റ് മന്ത്രിമാരും MLA മാരും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നോടിയായുള്ള കലാപരിപാടികൾ, ഫ്ലാഗ് ഓഫിന് മുന്നോടിയായ കലാപരിപാടികളൊക്കെ ഇവിടെ നടക്കുകയാണ്. 8 മണിയോട് കൂടിയായിരിക്കും ഇതിന്റെ ഫ്ലാഗ് ഓഫ് നടക്കുക. ഇപ്പോൾ കാണുന്നത് വിശിഷ്ടാതിഥികളെല്ലാം ട്രെയിനുള്ളിലേക്ക് കടക്കുകയാണ്. 8 മണിയോട് കൂടിയാണ് ഫ്ലാഗ് ഓഫ് കർമ്മം നടക്കുന്നത്. അതിന് മുന്നോടിയായുള്ള ചടങ്ങുകളാണ്, കലാപരിപാടികളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. 5:30 കൂടിയാണ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് ഇവിടെ കൊണ്ടുവന്നത്. അതിനുശേഷം 8 മണിയോട് കൂടി തന്നെയാണ് നടക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് 2023 കേരളത്തിന് പ്രധാനമന്ത്രി ആദ്യമായി വന്ദേ ഭാരത് സമർപ്പിച്ചപ്പോൾ മുതലുള്ള മലയാളികളുടെ, പ്രത്യേകിച്ച് ബംഗളൂരു മലയാളികളുടെ ഒരു ആവശ്യമായിരുന്നു എറണാകുളം ബംഗളൂരു റൂട്ടിൽ ഒരു വന്ദേ ഭാരത് എന്നുള്ളത്. അങ്ങനെ ഏകദേശം 2 വർഷത്തോളമുള്ള ഈ മലയാളികളുടെ ഒരു സ്വപ്നമാണ് സാക്ഷാത്കൃതമായിരിക്കുന്നത്. 2 മണിക്കൂർ അധികം സമയം എറണാകുളം ബംഗളൂരു യാത്രയിലൂടെ കുറയ്ക്കാൻ സാധിക്കുമെന്നാണ്. 630 കിലോമീറ്റർ ദൂരമാണ് എറണാകുളം ജംഗ്ഷനിൽ നിന്നും ബംഗളൂരുവിലേക്കുള്ള ഒരു ദൂരം. അത് 8 മണിക്കൂർ 40 മിനിറ്റ് എടുത്ത് യാത്ര ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ്. നമുക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ നിരവധി മലയാളി വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ട്. നിരവധി പേർ ബംഗളൂരുവിൽ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ വലിയ ഒരു പ്രൊഫഷണൽ ഹബ്ബും ഒക്കെ കൂടിയാണ്. അപ്പോൾ ഈ കേരളത്തിൽ നിലവിൽ ഈ വന്ദേ ഭാരതിന് 2 സ്റ്റോപ്പുകളാണുള്ളത്. ഒന്ന് എറണാകുളം ജംഗ്ഷൻ കൂടാതെ 2 സ്റ്റോപ്പുകളാണുള്ളത്. പാലക്കാടും തൃശ്ശൂരുമാണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നിലവിൽ ഈ എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് കൂടാതെയുള്ള 2 വന്ദേ ഭാരത് അത് തിരുവനന്തപുരം മംഗളൂരു റൂട്ടിലാണ് ഓടുന്നത്. പാലക്കാട് വഴി കേരളത്തിൽ നിന്ന് പോകുന്ന ആദ്യ വന്ദേ ഭാരതാണ് ഈ എറണാകുളം മംഗളൂരു വന്ദേ ഭാരത് എന്ന് മറ്റ് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഇതിൻ്റെ സമയക്രമം എന്ന് പറയുന്നത് രാവിലെ 5:10 ബംഗളൂരുവിൽ നിന്ന് പുറപ്പെടും. ഉച്ചയ്ക്ക് 1:50 കൂടി എറണാകുളം ജംഗ്ഷനിലെത്തും. 8 സ്റ്റോപ്പുകളാണ് ആകെയുള്ളത്. KR പുരം, സേലം, ഈറോഡ്, തിരുപ്പൂർ, കോയമ്പത്തൂർ, പാലക്കാട്, തൃശ്ശൂർ. 8ാമത്തെ സ്റ്റോപ്പാണ് എറണാകുളം ജംഗ്ഷൻ എന്നത്. അതിനുശേഷം എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ഉച്ചയ്ക്ക് 2:20 പുറപ്പെട്ട് രാത്രി 11 മണിയോടുകൂടി ഈ ബാക്കി 7 സ്റ്റോപ്പുകളിലും ഓടെ എത്തിച്ചേർന്ന് 11 മണിയോടുകൂടി തന്നെ ബംഗളൂരുവിൽ എത്തിച്ചേരും. നാളെ മുതലാണ് ശരിക്കും ഇതിൻ്റെ ഒരു സർവീസ് ആരംഭിക്കുക. ബുധനാഴ്ച സർവീസ് ഉണ്ടായിരിക്കില്ല എന്നൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. മറ്റ് 6 ദിവസവും ഇതിൻ്റെ സർവീസ് ഉണ്ടായിരിക്കുന്നതാണ്.